Hi all, welcome to my channel. എൻ്റെ പേര് ഷെഫീദ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോബ് കോസ്റ്റിംഗ് എങ്ങനെയാണ് ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ്. മറ്റു ട്രാൻസാക്ഷൻസുകൾ ടാലിയിൽ ചെയ്യുന്നത് പോലെയല്ല ജോബ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തുന്ന കമ്പനീസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസുകളായിരിക്കും. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ നിർമ്മിക്കുക. അപ്പോൾ ഇത്തരം കമ്പനീസിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എ കൺസ്ട്രക്ഷൻ കമ്പനി ഹാസ് 2 കോൺട്രാക്റ്റ്. ഇവിടെ 2 കോൺട്രാക്റ്റുകളുള്ള ഒരു കമ്പനിയുടെ വർക്കാണ് തന്നിട്ടുള്ളത്. കോൺട്രാക്റ്റ് എ, കോൺട്രാക്റ്റ് ബി എന്ന് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഗോഡൗണുകളാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് കാലിക്കറ്റ്, ബിൽഡിംഗ് തൃശ്ശൂർ, 2 സ്ഥലങ്ങളിലായിട്ട് 2 ബിൽഡിങ്ങുകളാണ് ഈ കമ്പനി നിർമ്മിക്കുന്നത്. കോൺട്രാക്റ്റ് എ എന്നുള്ളത് ബിൽഡിംഗ് കാലിക്കറ്റിന്റെ ഗോഡൗണും കോൺട്രാക്റ്റ് ബി എന്നുള്ളത് ബിൽഡിംഗ് തൃശ്ശൂരിന്റെ ഗോഡൗണും ആണ്. ഇനി ഇതിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അതായത് കമ്പനിയിൽ ക്യാഷ് അക്കൗണ്ട് ആയിട്ട് 10 ലക്ഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കണം. ഇനി ജോബ് കോസ്റ്റിംഗ് ടാലിയിൽ ചെയ്യാൻ നമുക്ക് ഫീച്ചർ കൊടുക്കാനുണ്ട്. അപ്പോൾ F11 F1 മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എന്ന ഫീച്ചർ എസ് ആയി കൊടുക്കുക. അതുപോലെ യൂസ് കോസ്റ്റ് സെൻറ്റർ ഫോർ ജോബ് കോസ്റ്റിംഗ് എസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാം. അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജർ എടുക്കുക, ആൾട്ടർ എടുക്കുക, അതിൽ ക്യാഷിനെ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 10 ലക്ഷം എമൗണ്ട് കൊടുക്കുക. ഇനി ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫീച്ചറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ F11 F1 അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുക്കാം. അതിൽ മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്നുള്ള ഫീച്ചറിനെ എസ് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ യൂസ് കോസ്റ്റ് സെൻറ്റർ ഫോർ ജോബ് കോസ്റ്റിംഗ് എന്ന ഫീച്ചറും എസ് ആയി കൊടുക്കുക. ഇനി കോസ്റ്റ് കാറ്റഗറി നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള മെയിൻറ്റെയിൻ മോർ ദാൻ 1 പേറോൾ ഓർ കോസ്റ്റ് കാറ്റഗറിയും എസ് ആയിട്ട് കൊടുക്കുക. ഞാനിവിടെ കാറ്റഗറി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ 2 ഫീച്ചർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫീച്ചർ കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ കൊടുക്കാനുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കോൺട്രാക്റ്റ് എ, കോൺട്രാക്റ്റ് ബി എന്നുള്ള 2 ഗോഡൗണുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഗോഡൗണുകൾ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഗോഡൗണിൻ്റെ ഫീച്ചർ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വീണ്ടും ഞാൻ ടാലി ഓപ്പൺ ചെയ്തു. അതിൽ ഗോഡൗണിൻ്റെ ഫീച്ചർ കിടക്കുന്നത് F11 F2 ആണ്. ഇൻവെൻട്രി ഫീച്ചേഴ്സ് ആണ്. അതിൽ മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺസ് എന്നുള്ള ഫീച്ചറിനെ എസ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജോബ് കോസ്റ്റിങ്ങിലെ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്തു. ഇനി അടുത്തത് എന്താണ് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് എ ബിൽഡിംഗ് കാലിക്കറ്റ്, കോൺട്രാക്റ്റ് ബി ബിൽഡിംഗ് തൃശ്ശൂർ. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യണം. ബിൽഡിംഗ് കാലിക്കറ്റ് ബിൽഡിംഗ് തൃശ്ശൂർ എന്നുള്ളത് നമ്മൾ കോസ്റ്റ് സെൻറ്റർ ആയിട്ടും കോൺട്രാക്റ്റ് എ കോൺട്രാക്റ്റ് ബി എന്നുള്ളത് ഗോഡൗൺ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട്സ് ഇൻഫോ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് കൊടുക്കാം. ഫസ്റ്റ് ബിൽഡിംഗ് കാലിക്കറ്റ് എന്ന് കൊടുക്കാം. അതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ കാണാം, യൂസ് ഫോർ ജോബ് കോസ്റ്റിംഗ്. അത് എസ് ആയിട്ട് കൊടുക്കണം, നിർബന്ധമാണ്. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് ബിൽഡിംഗ് തൃശ്ശൂർ. അതിലും യൂസ് ഫോർ ജോബ് കോസ്റ്റിംഗ് എസ് ആയിട്ട് കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗോഡൗൺ ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എസ്കേപ്പ് ചെയ്യുക. അതിൽ കോൺട്രാക്റ്റ് എ കോൺട്രാക്റ്റ് ബി എന്നുള്ള 2 ഗോഡൗൺ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇൻവെൻട്രി ഇൻഫോ മെനു, അതിൽ ഗോഡൗൺസ് എടുക്കുക, ക്രിയേറ്റ് കൊടുക്കാം. ഫസ്റ്റ് കോൺട്രാക്റ്റ് എ എന്ന് കൊടുക്കാം. ഇനി ഇതിൽ സെറ്റ് ജോബ് പ്രൊജക്റ്റ് ഫോർ ജോബ് കോസ്റ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് എ ബിൽഡിംഗ് കാലിക്കറ്റിൻ്റെ ഗോഡൗൺ ആണ്. അപ്പോൾ അതിൽ ബിൽഡിംഗ് കാലിക്കറ്റ് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് കോൺട്രാക്റ്റ് ബി. അതിലും സെറ്റ് ജോബ് പ്രൊജക്റ്റ് ഫോർ ജോബ് കോസ്റ്റിംഗ്. കോൺട്രാക്റ്റ് ബി എന്നുള്ളത് ബിൽഡിംഗ് തൃശ്ശൂരിൻ്റെ ഗോഡൗൺ ആണ്. അപ്പോൾ അതിൽ ബിൽഡിംഗ് തൃശ്ശൂർ എന്ന് സെലക്ട് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വരുന്ന ട്രാൻസാക്ഷൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പർട്ടിക്കുലേഴ്സ്, അതുപോലെ തന്നെ ബിൽഡിംഗ് കാലിക്കറ്റ്, ബിൽഡിംഗ് തൃശ്ശൂർ,
പിന്നെ അതിൽ ടോട്ടൽ എക്സ്പെൻസ് എന്നുള്ളൊരു കോളം തന്നിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻസ് പർച്ചേസ് ആണ്. പർച്ചേസ് 50 ലോഡ് മെറ്റൽ. ഈ 50 ലോഡ് മെറ്റൽ പർച്ചേസ് ചെയ്യുന്നതിൽ 20 ലോഡ് ബിൽഡിംഗ് കാലിക്കറ്റിലേക്കും 30 ലോഡ് ബിൽഡിംഗ് തൃശ്ശൂരിലേക്കുമാണ്. അതിൽ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 1 ലക്ഷമാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാനുള്ളത് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ പർച്ചേസ് വൗച്ചറിലാണ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്തു. ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്തു. അതിൽ പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്യാം. അവിടെ ഫസ്റ്റ് നമുക്ക് സപ്ലയർ ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. ഇനി ഇതിൽ പാർട്ടി ഒന്നുമില്ല, ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നത്. പാർട്ടി അക്കൗണ്ട് നെയിം ക്യാഷ് ആയിട്ട് കൊടുക്കാം. ഇനി പർച്ചേസ് ലെഡ്ജർ പർച്ചേസ് അക്കൗണ്ടിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ആൾട്ട് സി പർച്ചേസ്, അതിൻ്റെ ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട് കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. നെയിം ഓഫ് ഐറ്റം, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫസ്റ്റ് ഐറ്റം ഏതാണ്? മെറ്റലാണ്. 50 ലോഡ് മെറ്റലാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് 2000 ആണ്. അപ്പോൾ നമുക്കിവിടെ ആൾട്ട് സി കൊടുത്തിട്ട് മെറ്റലിനെ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ യൂണിറ്റ് വരുന്നത് ലോഡാണ്. അപ്പോൾ യൂണിറ്റ് ലോഡ് എന്നുള്ള യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗോഡൗൺ ചോദിക്കുന്നുണ്ട്. ഓരോ ഗോഡൗണിലേക്കും എത്രയാണെന്നുള്ള കൊടുക്കേണ്ടത്. ടോട്ടൽ എത്രയാണെന്ന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓരോന്നിലേക്കും എത്രയാണെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ കോൺട്രാക്റ്റ് ബിൽഡിംഗ് കാലിക്കറ്റിലേക്ക് എത്രയാണെന്ന് നോക്കാം. ഇവിടെ ബിൽഡിംഗ് കാലിക്കറ്റിലേക്ക് 20 ലോഡ് മെറ്റലാണ്, ബിൽഡിംഗ് തൃശ്ശൂരിലേക്ക് 30 ലോഡുമാണ്, റേറ്റ് 2000 ആണ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് 20 ലോഡ് എന്നാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 2000, ഒരു ലോഡിനാണ് 2000. ഇനി അതിൻ്റെ താഴെ തന്നെ കോൺട്രാക്റ്റ് ബി, അതായത് ബിൽഡിംഗ് തൃശ്ശൂർ സെലക്ട് ചെയ്യുക. അത് വരുന്നത് 30 ലോഡാണ്, റേറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് 1 ലക്ഷമാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ എമൗണ്ട് 1 ലക്ഷം വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം 100 ലോഡ് സാൻഡ്, 2000 ആണ് റേറ്റ്, 45 ലോഡ് ബിൽഡിംഗ് കാലിക്കറ്റ്, 55 ലോഡ് ബിൽഡിംഗ് തൃശ്ശൂർ, ടോട്ടൽ എക്സ്പെൻസ് 2 ലക്ഷം. അപ്പോൾ അതും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നെയിം സാൻഡ്, അതിൻ്റെ യൂണിറ്റും വരുന്നത് ലോഡാണ്. ആക്സെപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് കോൺട്രാക്റ്റ് 45 ലോഡാണ്, 2000 ആണ് റേറ്റ്. ഇനി അതിൻ്റെ താഴെ കോൺട്രാക്റ്റ് ബി 55 ലോഡ് 2000. അപ്പോൾ അവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം നോക്കാം. 100 ലോഡ് സിമൻ്റ് ആണ്, റേറ്റ് 5000. 15 ലോഡ് ബിൽഡിംഗ് കാലിക്കറ്റ്, 35 ലോഡ് ബിൽഡിംഗ് തൃശ്ശൂർ, 2,50,000 ആണ് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. ഇനി അതും കൊടുക്കാം. ആൾട്ട് സി കൊടുത്തിട്ട് സിമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അതും യൂണിറ്റ് ലോഡ് തന്നെയാണ്, ലോഡ് സെലക്ട് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് കോൺട്രാക്റ്റ് 15 ലോഡാണ് തന്നിട്ടുള്ളത്, 15 ലോഡാണ്. അപ്പോൾ അത് ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കാം. റേറ്റ് വരുന്നത് 5000 ആണ്, റേറ്റ് കൊടുക്കാം. അടുത്തത് കോൺട്രാക്റ്റ് ബി. കോൺട്രാക്റ്റ് ബിയിലേക്ക് 35 ലോഡാണ്. അപ്പോൾ കോൺട്രാക്റ്റ് ബി 35 എന്ന് കൊടുക്കാം. റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ജോബ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കാം. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്. കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ക്യാഷിന്. ബിൽഡിംഗ് കാലിക്കറ്റ് 1,50,000, ബിൽഡിംഗ് തൃശ്ശൂർ 1 ലക്ഷം, ടോട്ടൽ എക്സ്പെൻസ് 2,50,000. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ മെഷീനറി ആണ്, ഫിക്സ്ഡ് അസറ്റ് ആണ്, ക്യാഷിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേയ്മെൻറ്റ് വൗച്ചറിൽ വേണം ചെയ്യാൻ. പേയ്മെൻറ്റിൽ നമുക്ക് ആദ്യം മെഷീനറി എന്നുള്ള അക്കൗണ്ടിനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആൾട്ട് സി കൊടുക്കാം. മെഷീനറി ഒരു ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ അണ്ടർ കൊടുക്കേണ്ടത് ഫിക്സ്ഡ് അസറ്റാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ താഴെ ഒരു ഓപ്ഷൻ കാണാം, കോസെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷന് എസ് ആയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2 ഗോഡൗണിൻ്റെതും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോസെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ എസ് ആയി കൊടുക്കുക. ആക്സെപ്റ്റ് ചെയ്യാം. ഇനി എമൗണ്ട് ആയിട്ട് ഡെബിറ്റിൽ കൊടുക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ആണ്. ഇപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് 2,50,000 ആണ്. അപ്പോൾ ആ എമൗണ്ട് ആണ് ഡെബിറ്റിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് സെൻറ്റേഴ്സ് ചോദിക്കും, 2 ഗോഡൗണിലേക്കും എത്രയാണെന്ന് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ബിൽഡിംഗ് കാലിക്കറ്റിലേക്ക് വരുന്നത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ 1 ലക്ഷമാണ്, 1,50,000 ആണ് ബിൽഡിംഗ് കാലിക്കറ്റ്, 1 ലക്ഷമാണ് ബിൽഡിംഗ് തൃശ്ശൂർ. അപ്പോൾ അവിടെ നമ്മൾ എമൗണ്ട് മാറ്റി കൊടുക്കണം, 1,50,000.
താഴെ ബിൽഡിംഗ് തൃശ്ശൂർ ബാക്കി വരുന്ന എമൗണ്ട് 1,00,000. ടു ക്യാഷ് ആണ്, നമ്മൾ ക്യാഷിനാണ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ക്യാഷ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി എന്താണ് ചെയ്യാനുള്ളത് നോക്കാം. വേജ് പെയ്ഡ് ടു ദ ലേബേഴ്സ്, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേജ് കൊടുത്തതാണ്. ഇത് കാലിക്കറ്റ് ബിൽഡിംഗ് കാലിക്കറ്റിലേക്ക് 15,000, ബിൽഡിംഗ് തൃശ്ശൂർ 20,000, ടോട്ടൽ എക്സ്പെൻസ് 35,000 ആണ്. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നത് പേയ്മെൻറ്റ് വൗച്ചറിൽ തന്നെയാണ്. വേജ് എന്നുള്ള അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വേണം കൊടുക്കാൻ. അതിലും കോസ് ആൻഡ് ഡേയ്സ് ആർ അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷനെ എസ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ടോട്ടൽ എത്രയാണ് നമ്മൾ വേജ് പേ ചെയ്യുന്നത്? 35,000 ആണ്. അപ്പോൾ ആ എമൗണ്ട് വേണം ഡെബിറ്റിൽ കൊടുക്കാൻ. ഇനി ഓരോ ബിൽഡിങ്ങിൽക്കും എത്രയാണെന്നുള്ളത് നോക്കാം. ബിൽഡിംഗ് കാലിക്കറ്റ് 15,000, ബിൽഡിംഗ് തൃശ്ശൂർ 20,000. ടു ക്യാഷ് എൻ്റർ ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വേജ് നമ്മൾ കൊടുക്കുന്നത് ചെയ്യാം. ഇനി ഇതിൽ സ്റ്റോക്ക് ജേണൽ ആൾട്ടറേഷൻ, കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗോഡൗണിലേക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഒക്കെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ എത്രത്തോളം ഈ ഗോഡൗണുകൾ യൂസ് ചെയ്തു എന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ സ്റ്റോക്ക് ജേണൽ ആൾട്ടറേഷൻ എന്ന് പറയാം. അതായത് കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ്, എത്രത്തോളം മെറ്റീരിയൽസ് യൂസ് ചെയ്തു. അപ്പോൾ അത് ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ സ്റ്റോക്ക് ജേണലിൽ ചെറിയൊരു ആൾട്ടറേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻവെൻട്രി ഇൻഫോമിന് എടുക്കുക. അതിൽ വൗച്ചർ ടൈപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. അതിൽ ആൾട്ടർ സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ സ്റ്റോക്ക് ജേണൽ എന്ന വൗച്ചർ ഓൾറെഡി ഇതിലുള്ളതാണ്. നമുക്ക് ഇതിലൊരു ചേഞ്ച് വരുത്തി കൊടുക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ജേണൽ ആണ്, ഇതാണ് സ്റ്റോക്ക് ജേണൽ വൗച്ചർ. ഇതിൽ ലാസ്റ്റ് നെയിം ഓഫ് ക്ലാസ് എന്നുള്ളിടത്ത് നമുക്ക് ഈ 2 ബിൽഡിങ്ങുകളെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബിൽഡിംഗ് കാലിക്കറ്റ് എന്ന് ആദ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്, ബിൽഡിംഗ് കാലിക്കറ്റ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് ക്ലാസ് ഫോർ ജോബ് കോസ്റ്റിംഗ് കൺസംഷൻ എന്നുള്ളൊരു ഓപ്ഷൻ, അത് എസ് ആയിട്ട് കൊടുക്കുക. അതുപോലെ ബിൽഡിംഗ് തൃശ്ശൂർ കൊടുക്കുക. ഇതിലും യൂസ് ക്ലാസ് ഫോർ ജോബ് കോസ്റ്റിംഗ് കൺസംഷൻ എന്ന ഈ ഓപ്ഷനെ എസ് ആയിട്ട് കൊടുക്കാം. ഇത്ര ഇതിൽ ചെയ്യാനുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് സ്റ്റോക്ക് ജേണൽ വൗച്ചറിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചർ എടുത്തിട്ട് Alt F7 കൊടുക്കുക. അപ്പോൾ അതിലിവിടെ ക്ലാസ് ചോദിക്കും. അപ്പോൾ ബിൽഡിംഗ് കാലിക്കറ്റിൻ്റെതാണ് നമ്മൾ കൺസംഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള വൗച്ചർ തന്നെയാണ് വന്നിട്ടുള്ളത്. നെയിം ഓഫ് ഐറ്റം, അപ്പോൾ നമ്മൾ ഓരോ ഐറ്റം കൊടുക്കാം. ഇവിടെ മെറ്റലാണ് ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കാം. ബിൽഡിംഗ് കാലിക്കറ്റിൽ 20 ലോഡാണ് അതിൽ ടോട്ടൽ ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ 15 ലോഡ് യൂസ് ചെയ്തതായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റി 15 എന്ന് കൊടുത്തു. അപ്പോൾ അതിൽ റേറ്റ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം സാൻഡ്. സാൻഡ് ബിൽഡിംഗ് കാലിക്കറ്റിൽ 45 ലോഡാണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ 40 ലോഡ് കൺസ്യൂം ചെയ്തു എന്ന് കാണിക്കുകയാണ്. 40 എന്ന് ക്വാണ്ടിറ്റി കൊടുത്തു. ഇവിടെ റേറ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം സിമെൻ്റ് ആണ്. സിമെൻറ്റ് ബിൽഡിംഗ് കാലിക്കറ്റിൽ 15 ലോഡാണുള്ളത്. ഈ 15 ലോഡിൽ 10 ലോഡ് നമ്മൾ കൺസ്യൂം ചെയ്തതായിട്ട് കാണിക്കുകയാണ്. 10 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ 3 മെറ്റീരിയൽസും കൺസംഷൻ ചെയ്തിട്ടുണ്ട്, അത് കൊടുത്തു. ഇനി ഇവിടെ ഡെസ്റ്റിനേഷൻ്റെ സൈഡിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കൺസംഷൻ എന്ന സൈഡിൽ മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഇനി ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ഗോഡൗണിന് നമുക്ക് അതുപോലെ തന്നെ കൊടുക്കണം. അപ്പോൾ Alt F7 എടുക്കുക. അതിൽ ബിൽഡിംഗ് തൃശ്ശൂരിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലും ഓരോ ഐറ്റം കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് മെറ്റലാണ്. മെറ്റൽ ബിൽഡിംഗ് തൃശ്ശൂരിൽ 30 ലോഡാണുള്ളത്. അതിൽ 25 ലോഡാണ് നമ്മൾ കൺസംഷൻ ചെയ്തത്. അടുത്തത് സാൻഡ്. സാൻഡ് വരുന്നത് 55 ലോഡാണ് ബിൽഡിംഗ് തൃശ്ശൂരിൽ. അതിൽ 50 ലോഡ് കൺസ്യൂം ചെയ്തു. ഇനി സിമൻറ്റ് ബിൽഡിംഗ് തൃശ്ശൂരിൽ 35 ലോഡാണ്. ഈ 35 ലോഡിൽ 30 ലോഡ് കൺസ്യൂം ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെയാണ് ജോബ് കോസ്റ്റിങ്ങിൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. സോൾഡ് ബിൽഡിങ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ കമ്പനി നിർമ്മിച്ച 2 ബിൽഡിങ്സും സെയിൽ ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് ബിൽഡിംഗ് കാലിക്കറ്റ് 4 ലക്ഷത്തിനും ബിൽഡിംഗ് തൃശ്ശൂർ 6 ലക്ഷത്തിനുമാണ് സെയിൽ ചെയ്യുന്നത്. ടോട്ടൽ 10 ലക്ഷത്തിനാണ് സെയിലിംഗ് വരുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ബിൽഡിംഗ് ഓൺ സെയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൽ ബിൽഡിംഗ് എന്നുള്ളത് ഒരു അസറ്റ് ആയതുകൊണ്ട് തന്നെ അത് റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യുക. റെസിപ്റ്റിൽ ക്രെഡിറ്റിൽ ബിൽഡിംഗ് ഓൺ സെയിൽ എന്നുള്ള ഒരു ലെഡ്ജർ അക്കൗണ്ടിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ബിൽഡിംഗ് ഓൺ സെയിൽ. ഇനി അതിൻ്റെ ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റ് ആയിട്ട് ഒരിക്കലും കൊടുക്കരുത്. ഇത് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ സെയിൽ അക്കൗണ്ട് ആയിട്ട് വേണം കാണിക്കാൻ. ഇനി ഇത് ഇൻവെൻട്രി വാല്യൂ ആർ അഫക്റ്റഡ് എന്നുള്ള ഓപ്ഷനെ നോ ആയിട്ട് കൊടുക്കാം. കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ എസ് ആയിട്ടും കൊടുക്കാം. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ക്രെഡിറ്റിൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് വേണം കൊടുക്കാൻ. ഇവിടെ മൊത്തത്തിൽ സെയിൽ ചെയ്യുന്നത് 10 ലക്ഷത്തിനാണ്. അപ്പോൾ അവിടെ ക്രെഡിറ്റിൽ 10 ലക്ഷം എന്ന എമൗണ്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കോസ്റ്റ് സെൻറ്റർ ചോദിക്കുന്നുണ്ട്. നമുക്ക് ബിൽഡിംഗ് കാലിക്കറ്റ് ഫസ്റ്റ് സെലക്ട് ചെയ്യാം. ഇനി ബിൽഡിംഗ് കാലിക്കറ്റ് സെയിൽ ചെയ്യുന്നത് 4 ലക്ഷത്തിനാണ്. അപ്പോൾ അവിടെ എമൗണ്ട് മാറ്റി കൊടുക്കാം. അടുത്തത് ബിൽഡിംഗ് തൃശ്ശൂർ, ബാക്കി എമൗണ്ട് 6 ലക്ഷം അവിടെ വന്നിട്ടുണ്ട്. ബൈ ക്യാഷ് ആണ്, ക്യാഷ് അക്കൗണ്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ബിൽഡിംഗ് ഓൺ സെയിൽ ചെയ്യുന്നത്. നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചെയ്ത ട്രാൻസാക്ഷൻസുകളുടെ റിപ്പോർട്ട് നോക്കണം. അപ്പോൾ റിപ്പോർട്ട് നോക്കേണ്ടത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സിൽ ജോബ് വർക്ക് അനലൈസിസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എസ്കേപ്പ് ചെയ്തിട്ട് അതിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സിന് സെലക്ട് ചെയ്യാം. അതിൽ ജോബ് വർക്ക് അനലൈസിസ് ഓരോന്നിൻ്റെയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ബിൽഡിംഗ് കാലിക്കറ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ബിൽഡിംഗ് കാലിക്കറ്റ് സെയിൽ ചെയ്തിട്ടുള്ളത് 4 ലക്ഷത്തിനാണ്. അപ്പോൾ അവിടെ 4 ലക്ഷം എന്നുള്ള എമൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ടോട്ടൽ എക്സ്പെൻസുകൾ എത്രയാണെന്ന് കാണിക്കുന്നുണ്ട് ഓരോന്നും. ഡയറക്റ്റ് എക്സ്പെൻസസ് 15,000, എല്ലാ എക്സ്പെൻസും കൂടി 1,75,000 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ലാസ്റ്റ് അതിൽ നെറ്റ് പ്രോഫിറ്റ് കാണാം 2,25,000. അപ്പോൾ ഈ 4 ലക്ഷത്തിൽ 2,25,000 ആണ് കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ബിൽഡിംഗ് തൃശ്ശൂർ നോക്കാം. ബിൽഡിംഗ് തൃശ്ശൂർ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് 6 ലക്ഷത്തിനാണ്. എല്ലാ എക്സ്പെൻസും കൂടി 3,20,000 ആണ് കമ്പനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് 2,80,000. 6 ലക്ഷത്തിൽ 2,80,000 ആണ് കമ്പനിക്ക് ലാഭമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെയാണ് ടാലിയിൽ ജോബ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.